മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിൽ നടത്തുന്നത് വളരെ വലിയൊരു ജനാധിപത്യ പോരാട്ടം തന്നെയാ. അദ്ദേഹം തുനിഞ്ഞിറങ്ങിയത് തന്നെയാ. ഇനിയും എന്തിനു മിണ്ടാതിരിക്കണം എന്നുള്ള ആ നിലപാടിന് കൈയടിക്കാതിരിക്കാൻ സാധിക്കോ? നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. കാണിച്ചു തരാം. നിന്നെയൊക്കെ കുറെ കണ്ടതാണ് ചങ്ങാതി. വേണമെങ്കിൽ നേരിട്ട് മലപ്പുറത്ത് വന്ന് കാണാം, വലിയ വിഷമമൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇന്ന് കേരളത്തിൽ അഭിമാനപൂർവ്വം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഭാരതീയ ജനതാ പാർട്ടി NDA സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ, ഈ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനും എന്റെ സഹപ്രവർത്തകരും ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള വിഷയമുണ്ടല്ലോ, അതിന്ന് കേരളത്തിലെ 140 നിയോജക മണ്ഡലത്തിലും ചർച്ചയാണ് എന്ന് അഭിമാനപൂർവ്വം പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. ഇടതുപക്ഷവും വലതുപക്ഷവും ഇന്ന് ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ, ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ ഉഴലുകയാണ്. അപ്പോഴാണ് ഗോപാലകൃഷ്ണനെതിരെ കേസ്. ഗോപാലകൃഷ്ണൻ മിണ്ടാതിരിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കും. ഏതൊരു ഊശാൻ സ്ഥിരം കേസ് കൊടുക്കുന്ന ഏതൊരു ചങ്ങായില്ല, പ്രഭുല ഗോകുല എന്താ പേര്, നിന്റെ ഒക്കെ എന്താണ് ഏത് പിച്ചക്കാരനും അറിയില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, കേസൊന്നും കൊടുത്ത് പേടിപ്പിക്കാൻ വക്കീലായ ഗോപാലകൃഷ്ണനെ നിന്റെ ഒക്കെ തറവാട്ടിൽ പോയി നീ ആരെങ്കിലും ഒക്കെ പീഡിപ്പിച്ചോ? ഞങ്ങളെ ഒന്നും പഠിപ്പിക്കരുത്. കേസ് കൊടുത്താൽ ഞാൻ ഒരിക്കൽ കൂടെ വീണ്ടും 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 പറയുന്നു, ഗുരുവായൂരിന്റെ മണ്ണ് വീണ്ടെടുക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയമില്ല. 6 നൂറ്റാണ്ട് 7 നൂറ്റാണ്ടിന്റെ പടയോട്ടത്തിലാണ് അയോധ്യ വീണ്ടെടുത്തതെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA ഈ ഗുരുവായൂരപ്പന്റെ മണ്ണും വീണ്ടെടുക്കുമെന്നുള്ളതിൽ സംശയമില്ല. ഇത് മാത്രമല്ലല്ലോ ഞങ്ങൾ പറയുന്നത് ഇവിടുത്തെ കുടിവെള്ള പ്രശ്നമുണ്ട്. നിങ്ങൾ കേട്ടില്ലേ? ജനാധിപത്യ പോരാട്ടത്തിലൂടെ ഗുരുവായൂരപ്പന്റെ മണ്ണ് ഞങ്ങൾ നേടുമെന്ന് അതൊരു ഉറച്ച ശബ്ദം തന്നെയാ. അത് ഗുരുവായൂരിലെ ജനത കേൾക്കുകയും മതഭേദമന്യേ ഇദ്ദേഹത്തെ വിജയിപ്പിക്കുകയും ചെയ്യും. ഒരു തർക്കവും വേണ്ട കേട്ടോ. ഇതൊരു നിലപാടാ. ഈ നിലപാടിന് കൈയടിക്കാതിരിക്കാൻ സാധിക്കോ? ഈ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഞാൻ എടുത്തു പറയാ, ഒരു ഇന്ത്യൻ മുസൽമാൻ എന്ന നിലക്ക്, ഒരു മതവിശ്വാസി എന്ന നിലക്ക് തന്നെയാണ് ഞാൻ ഈ ഒരു വിഷയത്തില് അഭിപ്രായം മുന്നോട്ട് വെക്കുന്നത്. ഏതെങ്കിലും ഒരു മുസൽമാനോ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിക്കോ ഈ ഗോപാലകൃഷ്ണന്റെ ഈ ആവശ്യത്തിനെ എതിർത്ത് സംസാരിക്കാൻ സാധിക്കോ? ഒരിക്കലുമില്ല. ഓരോ വിവേകമുള്ള, ഓരോ മതത്തിലും വിശ്വസിക്കുന്ന ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കോ. ഗോപാലകൃഷ്ണൻ ഉയർത്തിപ്പിടിക്കുന്നത് തീർത്തും ന്യായമായിട്ടുള്ള ആവശ്യം എന്നതിലുപരി അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതിൽ തർക്കം വേണ്ട. തന്റെ വിശ്വാസ പ്രകാരമുള്ള ഗുരുവായൂർ ക്ഷേത്രം അത് നല്ല നിലക്ക് പോകണമെന്ന് ഈ ഗോപാലകൃഷ്ണൻ അങ്ങ് ഉയർത്തിപ്പിടിക്കുക. അതെന്തിനാ അദ്ദേഹം നിരന്തരം ഉയർത്തിപ്പിടിക്കുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഗുരുവായൂർ മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് LDF സ്ഥാനാർത്ഥിയാ. ഈ LDF സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണിസ്റ്റുകാരൻ. ഈ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുന്നത് എന്താണ്? മതമില്ലാത്തവൻ. അങ്ങനെ തന്നെയല്ല അവരുടെ നിലപാട് എന്ന് പറയുന്നത്. ഈ മതമില്ലാത്ത ഭരണ സംവിധാനമാണ് ഗുരുവായൂർ ക്ഷേത്രം പോലെ ഒരു പുണ്യമായ ക്ഷേത്രത്തിന്റെ സകല സാമ്പത്തിക ഇടപാടുകളിലും കൈകാര്യങ്ങൾ ചെയ്യുന്നത്. ഭക്തരുടെ പണം വന്ന് കുന്നുകൂടുന്നൊരു ക്ഷേത്രം കൈകാര്യം ചെയ്യുന്നത് LDF സർക്കാരിന്റെ ദേവസ്വം ബോർഡ്, മതമില്ലാത്തവരുടെ ദേവസ്വം ബോർഡ്. മതമില്ലാത്ത ആളുകള് കൈകാര്യം ചെയ്യുക, അത് ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് അംഗീകരിക്കാൻ സാധിക്കും? അത് ഒരു ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് ഒരു മുസൽമാനായിട്ടുള്ള ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. മതമില്ലാത്ത ആളുകള് ആരാധനാലയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അംഗീകരിക്കാൻ സാധിക്കും? മതമില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാർ തന്നെ വിളിച്ചു പറയാറുണ്ട്. അവര് തന്നെ മതമില്ലാത്തവരാണ് എന്ന് പറഞ്ഞല്ലേ മുന്നോട്ട് പോവാറുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ജയിക്കരുത് എന്ന് പറയുന്നതിന് എതിരെ എന്തെങ്കിലും പറയാൻ സാധിക്കും? ഇനി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി, ഓരോ ആളുകളും വിവേകത്തോടു കൂടി ചിന്തിക്കണം. മുസ്ലിം ലീഗിന്റെ നിലപാടെന്താ? വിളക്ക് തെളിയിക്കില്ല, ദീപം തെളിയിക്കില്ല.
അവരതിനെതിരാണ്. അത് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചതാണ്. നമ്മളൊക്കെ തന്നെ കേട്ടതല്ലേ. നിരവധി വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുള്ളതല്ലേ. ഈ ഒരു സന്ദർഭത്തിൽ ഞാനൊരു കാര്യം കൂടി അങ്ങ് എടുത്തു പറയാം. ക്രിസ്ത്യൻ മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് മറ്റു മതങ്ങളിലുള്ള ആളുകൾ അവരുടെ ആരാധനയോട് ഒപ്പം നിന്ന് അവരുടെ ആരാധനയെ ബഹുമാനിക്കുന്നതിലൊന്നും ഒരു പ്രശ്നവുമില്ല. അതൊക്കെ ഐക്യം കൂടുക മാത്രമല്ല. അതേപോലെ ഏതൊരു മതത്തിന്റെ ആരാധകർക്ക് ഒപ്പം നിന്ന് അവരോട് ബഹുമാനത്തിൽ മുന്നോട്ട് പോകുന്നതിലൊന്നും ഒരു പ്രശ്നവുമില്ല. അത് ഐക്യമാണ് കൂടുക. അതേസമയം മുസ്ലിം ലീഗ് ദീപം തെളിയിക്കില്ല എന്ന് പറയുന്നത് പച്ചവർഗീയതയല്ലേ? പച്ചവർഗീയതയല്ലേ? ഒരു തർക്കമില്ലാത്ത വിഷയമല്ലേ? അത് പച്ചവർഗീയവാദികൾക്ക് അത് പറയാനും സാധിക്കും. അപ്പോ മുസ്ലിം ലീഗ് പച്ചവർഗീയത ഉയർത്തിപ്പിടിച്ച് അത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി ഈ ഗുരുവായൂരിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവാൻ എത്രത്തോളം താല്പര്യമുണ്ടാവും? ഇതൊക്കെ മലയാളികൾ ചിന്തിക്കേണ്ടതാ. വളരെ ലളിതമായിട്ട് മറ്റൊരു കാര്യം മുന്നോട്ട് വെക്കാം. മുസ്ലിം ലീഗ് മതത്തിന്റെ പേരിൽ പാർട്ടി ഉണ്ടാക്കി, നിരവധി MLA-മാരെ ഇവിടെ വിജയിപ്പിച്ചു, മതം പറഞ്ഞ് വിജയിപ്പിച്ചു, നിരവധി MP-മാരെ വിജയിപ്പിച്ചു. ഇന്നലകളിൽ ഒരുപാട് മന്ത്രിമാര് മുസ്ലിം ലീഗ് മുന്നോട്ട് കൊണ്ടുപോയി. മുസ്ലിം ലീഗിന്റെ നിലപാട് എന്ന് പറയുന്നത് സമുദായത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ്. നിരവധി തവണ, 100 അല്ല, 1000 അല്ല, 10,000 തവണ KM ഷാജിമാര് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം വിളിച്ചു പറഞ്ഞു സമുദായത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന്. അതിലൊന്നും ഇവിടെ ഒരാൾക്കും ഒരു വർഗീയതയും കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഗോപാലകൃഷ്ണൻ തന്റെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് തന്റെ ആരാധനാലയം വിശ്വാസികൾ കൈകാര്യം ചെയ്യണമെന്ന ആവശ്യം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നതിൽ എങ്ങനെയാണ് ഇവിടെ ആളുകൾക്ക് വർഗീയത കാണാൻ സാധിക്കും? മറ്റൊരു മതത്തിലുള്ള ആളുകൾക്കും, യഥാർത്ഥ ഒരു മതവിശ്വാസിക്കും ഒരു മതത്തിലുള്ള വിശ്വാസിക്കും ഗോപാലകൃഷ്ണൻ പറഞ്ഞ വിഷയത്തിൽ എതിർക്കാൻ സാധിക്കൂ? തങ്ങളുടെ ആരാധനാലയങ്ങൾ LDF ഭരിക്കുമ്പോൾ മതമില്ലാത്ത ആളുകൾ, UDF ഭരിക്കുമ്പോൾ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ദീപം തെളിയിക്കുന്നതിനെതിരെ പോലും പ്രസ്താവനകൾ ഇറക്കുന്ന ആളുകൾ, ഇവരൊക്കെ കൈകാര്യം ചെയ്താൽ ഒരു പുണ്യക്ഷേത്രം എങ്ങനെ മുന്നോട്ട് പോകും? ഇതൊക്കെ മലയാളികൾ ചിന്തിക്കണം. ഈ ഗോപാലകൃഷ്ണൻ പറയുന്നതിൽ മാത്രം വർഗീയതയോ എന്ന് പറഞ്ഞ് ചർച്ച നടത്തുന്നവർക്ക് പോലും ഇവിടെ അജണ്ടകളുണ്ട്, വലിയ വലിയ അജണ്ടകളുണ്ട്. ഇതൊക്കെ സകല മലയാളികളും വിവേകത്തോടു കൂടി തിരിച്ചറിയണം. പിന്നെ കേസ് കൊടുത്തവനോടൊക്കെ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് സകല ആളുകളും കേട്ടില്ലേ? അതൊക്കെ തറവാട്ടിൽ പോയിട്ട് അങ്ങ് കൊടുത്താൽ മതി, അവരെ അങ്ങ് പേടിപ്പിച്ചാൽ മതി, കേസുമായിട്ടൊന്നും ഇങ്ങോട്ടേക്കാരും ഉണ്ടാക്കണ്ട എന്ന് തന്നെയാണ് ഗോപാലകൃഷ്ണൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടെ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം അവിടെ കുടിവെള്ള വിഷയത്തിൽ പോലും കൃത്യമായിട്ട് ഇടപെടൽ നടത്തുന്നുണ്ട്. കുടിവെള്ള വിഷയത്തെ കുറിച്ചൊന്നും ആരും മിണ്ടുന്നില്ല. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊന്നും കുടിവെള്ള വിഷയത്തിൽ കഴിഞ്ഞ ഒരുപാട് വർഷക്കാലമായിട്ട് UDF LDF ജയിക്കുന്ന ഒരു MLA ഉള്ള സ്ഥലത്ത് കുടിവെള്ളം, മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യം പോലും ചെയ്തു കൊടുക്കാൻ സാധിക്കാത്തതിനെ കുറിച്ചും ഗോപാലകൃഷ്ണൻ തന്റെ ഇടത്തോടെ നിലപാട് പ്രഖ്യാപിക്കുന്നുണ്ട്. രേഖകൾ ഉൾപ്പെടെ, ആ മലിനവെള്ളം ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ചുണ്ട്. അതിലൊന്നും ഇവിടെ ആർക്കും അത് ചർച്ച ചെയ്താൽ ഗോപാലകൃഷ്ണന് എല്ലാത്തിലും കൈകാര്യം ചെയ്യുന്നു എന്നൊരു സന്ദേശം വരില്ല. അപ്പൊ വോട്ട് മറ്റു മതങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് എങ്ങോട്ട് ഇത് ഫുള്ള് വർഗീയത എന്ന രീതിയിലേക്ക് എത്തിക്കാൻ പ്രമുഖ മാധ്യമങ്ങൾ മത്സരിക്കുക. സകല പ്രമുഖ മാധ്യമങ്ങളോടും പറയാനുള്ളത്, അല്ലെങ്കിലും നിങ്ങളുടെ ഒന്നും പിന്തുണയോടുകൂടിയൊന്നുമല്ല ഇവിടെ ഓരോ ആളുകളും വിജയിച്ചൊന്നും വരാറുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചൊന്നും ഇവിടെ പ്രമുഖ മാധ്യമങ്ങൾ നിരന്നു എന്ന് വാർത്ത കൊടുത്തിട്ടൊന്നുമില്ല. അതും ഈ പ്രമുഖ മാധ്യമങ്ങൾ അങ്ങ് തിരിച്ചറിഞ്ഞോളൂ. ഒരു കാര്യം കൃത്യമായിട്ട് ഗുരുവായൂർ ജനതയോട് പറയാ, അവിടെയുള്ള മുസൽമാനോട്, അവിടെയുള്ള ക്രിസ്ത്യാനിയോട്, അവിടെയുള്ള ഭാരതീയരോട്, സകല ഭാരതീയരോടും കൃത്യമായിട്ട് പറയുന്നു, ഗുരുവായൂരുള്ളത് ഒരു പുണ്യക്ഷേത്രമാണ്. ലോകം തന്നെ ഉറ്റുനോക്കുന്ന, ലോകത്തിലെ തന്നെ ഏറ്റവും പുണ്യമായ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നൊരു മണ്ണാണ്. അത് മതമില്ലാത്തവർക്കോ അതേപോലെ തന്നെ അതിനെതിരെ രീതിയിൽ പ്രസ്താവനകളിൽ ഇന്നലകളിൽ ഇറക്കിയ പാർട്ടിയുടെ ആണോ ജയിക്കേണ്ടത്? നമ്മൾ ഒരുമിച്ച് നിൽക്കണ്ടേ? എല്ലാ മതങ്ങളും ഐക്യത്തോട് കൂടിയിട്ട് ആ പുണ്യക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ അവിടെ കുടിവെള്ളത്തിൽ പോലും പ്രശ്നമുള്ളതൊക്കെ പരിഹരിച്ച് ഐക്യത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോവേണ്ടത്. അതിന് ഗോപാലകൃഷ്ണനോളം ആ ഒരു കാര്യങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ ഏതായാലും LDF-ന്റെയോ UDF-ന്റെയോ ഒന്നും സ്ഥാനാർത്ഥികൾക്ക് ഒരു ത്രാണിയുമില്ല എന്നുള്ളതും സകലരും അങ്ങ് തിരിച്ചറിഞ്ഞോളൂ.
ഗോപാലകൃഷ്ണൻ തന്നെയാണ് ഗുരുവായൂരിൽ വിജയിച്ചു വരേണ്ട സ്ഥാനാർത്ഥി എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും വേണ്ട.